പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ രാജ്യം നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മൾ രാജ്യത്തിന് അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം നമ്മുടെ രാജ്യത്ത് വരുന്നത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ രാജ്യം ഉറപ്പ് നൽകുന്ന അവസരത്തിൽ രാജ്യത്തിന് നമ്മൾ തിരിച്ചു ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകൾ, അല്ലെങ്കിൽ രാജ്യത്തോട് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കടമകളെക്കുറിച്ചാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്ന അവസരത്തിൽ ഈ ഒരു ഭാഗം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഭാഗം. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി, അന്ന് ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മിറ്റിയായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ആശയം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1975, 77 നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയുടെ ആ ഒരു കാലഘട്ടത്തിൽ 42ാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ഭാഗത്ത് ഭേദഗതിക്ക് ചെയ്ത് മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അന്ന് 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 2002 86ാം ഭേദഗതി നിയമം പിന്നിട്ട് 11ാമതായിട്ട് ഒന്നുകൂടി ഉൾപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ 11 മൗലിക കർത്തവ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൗലിക കർത്തവ്യങ്ങൾ എന്താണ് എന്നുള്ളതും അതിലെ ഓരോ കർത്തവ്യങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട പോയിൻ്റ് 1976 സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ 4ാമത്തെ പാർട്ടിലാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ആശയം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 4ാമത്തെ പാർട്ടിലാണ്. അതിൽ തന്നെ 51A ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 51A എന്ന് പറയുന്ന നിയമത്തിലാണ് ഈ ഒരു മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും രാജ്യത്തിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് അവ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓരോ മൗലിക കർത്തവ്യങ്ങളും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് ടു അബൈഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ദി നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക, ദേശീയ ഗാനം, അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെതായ ആശയാദർശങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കുക, ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുക, അതിനനുസരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് നമ്മളോട് പറയുന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ദേശീയ ഗാനം കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കുകയോ നമ്മളൊരു ദേശത്തോടുള്ള നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ ദേശത്തെ നമ്മൾ ബഹുമാനിക്കുക, ദേശത്തിൻ്റെ ആശയങ്ങളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദി നോബിൾ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. നമ്മുടെ രാജ്യം ഒരുപാട് കാലം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് ഒരുപാട് ആളുകൾ സമരം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ സമരത്തിന് പ്രചോദനമായിട്ടുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയൊക്കെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. അപ്പോൾ അഹിംസ ഒരു ഉദാഹരണം പറയുകയാണ്, അഹിംസ. അപ്പോൾ അഹിംസ എന്നുള്ള ആശയം ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാശയമായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ നമ്മളെ നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആദർശങ്ങളെയും മറ്റ് ആശയങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ടു പ്രൊമോട്ട് ദി സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ സോവറിനിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും പ്ലസ് യൂണിറ്റി, ഐക്യവും, ഇൻറ്റഗ്രിറ്റി, അഖണ്ഡതയൊക്കെ കൃത്യമായിട്ട് രാജ്യത്ത് നിലനിർത്തുക. രാജ്യത്ത് ഭിന്നിപ്പില്ലാതെ എല്ലാവരെയും ഒരേപോലെ സഹോദരന്മാരായി കണക്കാക്കുന്ന രീതിയിൽ രാജ്യത്തിന് പരമാധികാരവും
ഐക്യവും അഖണ്ഡതയൊക്കെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റണ്ടർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. നമ്മുടെ രാജ്യം ഏതെങ്കിലും തരത്തിൽ വിദേശ ആക്രമണം നേരിടുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം നമ്മളെ ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യം നമ്മളോട് സേവനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ്. ഓക്കെ, നമ്മുടെ രാജ്യം നമ്മോട് സേവനം ആവശ്യപ്പെടുന്ന അവസരത്തിൽ അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തത് ടു പ്രൊമോട്ട് ദി സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമുക്കൊരുപാട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള ഭാഷകളുള്ളവർ കാണാൻ പറ്റും, വസ്ത്രധാരണ ഉള്ളവർ കാണാൻ പറ്റും, പിന്നെ ഒരുപാട് മതവിശ്വാസികളെ കാണാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യമാണെങ്കിലും മതപരമോ ഭാഷാപരമോ പ്രാദേശികമോ വിഭാഗീയമോ ആയ വൈവിധ്യങ്ങൾക്കൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കിടയിൽ ഐക്യവും നമ്മളെല്ലാവരും ഇന്ത്യക്കാരെല്ലാം പരസ്പരം സഹോദരന്മാരാണ് എന്ന രീതിയിൽ അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് നമ്മളിൽ ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട മൗലിക കർത്തവ്യങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം പറയുന്നതാണ് സ്ത്രീകളുടെ അന്തസ്സിനും അപമാനിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ അന്തസ്സിനെ അപമാനിക്കുന്ന അനാചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതും നമ്മളുടെ ഡ്യൂട്ടിയാണ്. ആറാമതായിട്ട് പറയുന്നത് ടു പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസൈറ്റ് കൾച്ചർ. നമ്മുടെ സംസ്കാരം, റിച്ച് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ, കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. അതിൻ്റെ സംസ്കാര സമ്പന്നതയെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആറാമതായിട്ട് പറയുന്നത്. ഏഴാമത്തത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ രാജ്യത്തുള്ള വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും കൃത്യമായി സംരക്ഷിക്കുകയും അതിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ജീവജാലങ്ങളോടൊക്കെ അനുകമ്പ കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതും നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽപ്പെട്ടതാണ്. അതായത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒന്നുകൂടി എട്ടാമത്തേത് പറയുന്നത് ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ അനാചാരങ്ങളെയും മറ്റൊക്കെ ഫോളോ ചെയ്യുന്നതിന് പകരം കൂടുതൽ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ മനോഭാവം ഉണ്ടാക്കുകയും സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഓരോ കാര്യത്തെയും കൃത്യമായി അന്വേഷിക്കുന്നതിനുള്ള ഒരു സ്പിരിറ്റ് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പം നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. അതാണ് ശാസ്ത്രീയ മനോഭാവവും മാനവികതയും അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം വികസിപ്പിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒൻപതാമത്തത് ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്തുണ്ട് അല്ലേ. നമ്മുടെ രാജ്യത്ത് പൊതു സ്വത്ത് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം പൊതു സ്വത്തുക്കളാണ്. നമ്മൾ പ്രൈവറ്റായിട്ട് നമുക്ക് കിട്ടുന്ന സ്വത്തിന് പുറമെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്വത്തുവകകളും പൊതു സ്വത്ത് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പൊതു സ്വത്തിനെ പ്രോത്സാഹിപ്പിക്കുക. ഉദാഹരണത്തിന് നമ്മളൊക്കെ ഈ സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം കാണുന്നത് KSRTCക്ക് കല്ലെറിയുന്നതൊക്കെയാണല്ലേ. അപ്പോൾ ഈ KSRTC എന്നുള്ളത് യഥാർത്ഥത്തിൽ പൊതു സ്വത്താണ്. അപ്പോൾ ആ പൊതു സ്വത്തിന് കല്ലെറിയുമ്പോൾ അതിന് കല്ലെറിഞ്ഞ് ചില്ലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നന്നാക്കേണ്ട ചുമതല നമ്മുടെ ഗവൺമെൻറ്റിനായിരിക്കും. അപ്പോൾ നമ്മുടെ വികസനത്തിന് ചിലവഴിക്കേണ്ട പണം അവരെന്ത് ചെയ്യും, ആ രീതിയിൽ ചിലവഴിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്തുക്കളുണ്ടെങ്കിൽ അത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ദെൻ പത്താമത്തത് ടു സ്ട്രൈവ് ടുവാർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. നമ്മുടെ വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കുന്നതിന് പരിശ്രമിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് പല രീതികളിൽ നമുക്ക് പരിശ്രമിക്കാൻ പറ്റും. ആ രീതിയിൽ വ്യക്തിപരമായും നമ്മൾ പരിശ്രമിക്കുക, കൂട്ടായും നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ രാഷ്ട്രം പരിശ്രമത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർന്ന തലങ്ങളിലേക്ക് നിരന്തരം രാജ്യത്തെ ഉയർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നമ്മളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. 11ാമത്തത് ടു ദ പാരൻറ്റ് ഓർ ദി ഗാർഡിയൻ to provide opportunities to his child or ward between the age of 6 and 14. നമ്മുടെ 6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ അയക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ സ്കൂളിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് നിർബന്ധമായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് 6 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളത്.
ഓക്കെ, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസം കിട്ടുന്ന കേന്ദ്രങ്ങളിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ആ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരിക്കണം എന്നുള്ളതും ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ രക്ഷിതാക്കളുടെ ഡ്യൂട്ടി ആയിട്ടും അത് പറയുന്നുണ്ട്. നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകങ്ങളുടെ പിറകുവശത്ത് കാണുന്നതാണ്. നമ്മുടെ ആദ്യം തന്നെ തുറക്കുമ്പോൾ, ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് മൗലിക കർത്തവ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ള പേരിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.